നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 15 വർഷം നീണ്ടുനിന്ന മമതാ ബാനർജിയുടെ ഭരണം അവസാനിപ്പിച്ച ശേഷമാണ് BJPയുടെ നേതൃത്വത്തിൽ സുവേന്ദു അധികാരി പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായതും ഭരണം ആരംഭിച്ചതും. 15 വർഷത്തെ വികസന രാഹിത്യം ബംഗാൾ എന്ന സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ ജീവിതം വലിയ രീതിയിൽ ദുസ്സഹമാക്കിയിട്ടുണ്ട്. അതായത് അവർക്ക് തൊഴിലില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് വികസന പദ്ധതികളൊന്നും തന്നെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തുള്ള നിരവധി ചെറുപ്പക്കാർ, അതുപോലെ തന്നെ ചെറുപ്പക്കാരികളും എല്ലാവരും തന്നെ നിർമ്മാണ മേഖലയിലടക്കം പണിയെടുക്കാനായി അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നു. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ചെന്ന് പണിയെടുത്താണ് അവരുടെ കുടുംബങ്ങൾ കഴിയുന്നതിനാവശ്യമായ പണം ബംഗാൾ സ്വദേശികൾ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ വർഷങ്ങളോളം ഇത്തരത്തിൽ ബംഗാൾ ജനത ബുദ്ധിമുട്ടിലാണ്. സാധാരണക്കാർക്ക് തൊഴിലില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അവർക്ക് മികച്ച വരുമാനമില്ലാത്ത സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലും വലിയ രീതിയിൽ അഴിമതിയും അതുപോലെ തന്നെ കെടുകാര്യസ്ഥതയും അതോടൊപ്പം തന്നെ സ്വജന പക്ഷപാതവുമെല്ലാം ബംഗാളിൽ അരങ്ങ് കുത്തി വാഴുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി സർക്കാരിനെതിരെ 15 വർഷം ഭരണം പൂർത്തിയാക്കിയപ്പോൾ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചത്. 2011 മമതാ ബാനർജി അധികാരത്തിൽ വരുന്നത്. 2026 നടന്ന തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ അധികാര കസേര തെറിച്ചു. അതിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. BJP അവിടെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി മാറുന്നതും അവിടെ ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളായിരുന്ന ഇടതുപക്ഷവും കോൺഗ്രസുമെല്ലാം സ്വാധീനം നഷ്ടപ്പെട്ട് മൂലയിലേക്ക് പോകുന്നതുമെല്ലാം ബംഗാൾ രാഷ്ട്രീയം കഴിഞ്ഞ 15 വർഷം കൊണ്ട് കണ്ടു. അതിനുശേഷം 2016 വെറും 3 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP 2021 അത് 77 സീറ്റുകളിലേക്ക് ഉയർത്തി. 77 സീറ്റുകളിൽ നിന്നാണ് അടുത്ത 5 വർഷം കൊണ്ട് BJP 207 സീറ്റുകൾ എന്ന നിലയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് മമതയ്ക്ക് ഭരണം നഷ്ടപ്പെടുന്നതും BJP അവിടെ അധികാരം പിടിച്ചെടുക്കുന്നതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തുമുണ്ടാകും എന്നൊരു മാതൃക മുന്നിൽ കണ്ടുകൊണ്ടാണ് പൊതുജനങ്ങൾ BJPക്ക് ഇത്തവണ ബംഗാളിൻ്റെ അധികാരം കയ്യിൽ വെച്ചു കൊടുത്തത്. മാത്രമല്ല പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷകൾ, ജനങ്ങളുടെ പ്രതീക്ഷകൾ വളരെയേറെയാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ബംഗാൾ തൊഴിലാളികൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വോട്ട് ചെയ്യാനായി ബംഗാളിലേക്ക് പോയി. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ BJPയാണ് അധികാരത്തിൽ. അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്നും തിരിച്ചു പോരാൻ തയ്യാറായിട്ടില്ല. കേരളത്തിൽ നിന്നും വോട്ട് ചെയ്യാനായി പോയ ബംഗാളികളിൽ 80% ഇപ്പോഴും ബംഗാളിൽ തുടരുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തങ്ങളുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം മാറുമെന്നും തങ്ങൾക്ക് അനുകൂലമായ ഒരു സാമ്പത്തിക അവസ്ഥ അത് സംസ്ഥാനത്ത് ഉടലെടുക്കുമെന്നും തങ്ങൾക്ക് സ്വന്തം സംസ്ഥാനത്ത് തന്നെ തൊഴിൽ ചെയ്ത് പണിയെടുത്ത് ജീവിക്കാൻ കഴിയുമെന്നും അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവർ സംസ്ഥാനത്ത് തന്നെ തങ്ങിയത്. ഏതാനും ചില ആളുകൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ പോവുകയും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വരുന്നത് നിർത്തുകയും ഒക്കെ ചെയ്തു. ഇത് കേരളത്തിൽ വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തൊഴിൽ മേഖലയിൽ തൊഴിലാളികളെ കിട്ടാനില്ലാത്ത ഒരു സാഹചര്യമൊക്കെ കേരളത്തിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും ബംഗാളിലെ ജനത പുതിയ സർക്കാരിന്മേൽ വലിയ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഈ സൂചനകളെല്ലാം നൽകുന്നത്. ആരും തന്നെ ബംഗാൾ വിട്ട് പുറത്തേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. അവർക്കിനി ബംഗാളിൽ ജോലി ചെയ്ത് ജീവിക്കാം എന്നൊരു ആത്മവിശ്വാസം ഏതാണ്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തൊരു ഭരണം കാഴ്ചവെക്കാനാണ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ശ്രമിക്കുന്നതും. അതുകൊണ്ട് BJP സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് ഈ വരുന്ന 22-ാം തീയതി അവതരിപ്പിക്കുകയാണ്. ബംഗാൾ സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതായിരിക്കും. വമ്പൻ പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന് ബംഗാൾ ജനത പ്രതീക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് BJP അവരുടെ ക്ഷേമ പദ്ധതികളും അതുപോലെ തന്നെ വികസന പദ്ധതികളും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുടെ ഭാരം അത് വളരെ വലുതാണ്. ആ ഭാരം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേന്ദ്ര BJP അടക്കം ബംഗാൾ സർക്കാരിൻ്റെ സഹായത്തിനെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ നേരിൽ കണ്ടത് മറ്റാരുമായിരുന്നില്ല. രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് സുവേന്ദു അധികാരിയുമായി ചർച്ച നടത്തിയത്. ഔദ്യോഗികമായി എന്തിനായിരുന്നു കൂടിക്കാഴ്ച എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ സംസ്ഥാനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് RBI ഗവർണർ ചർച്ച ചെയ്തത് എന്ന് വ്യക്തമാണ്.
അത്രമാത്രം സങ്കീർണമാണ് ബംഗാളിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ. അവിടെ ഏതാണ്ട് 3.5 പതിറ്റാണ്ട് കാലം തുടർച്ചയായി ഭരിച്ചത് ഇടതുപക്ഷമാണ്. CPM ഭരണത്തിൽ നിന്ന് ഏതാണ്ട് 34 കൊല്ലത്തിന് ശേഷമാണ് 2011 ബംഗാൾ മോചിതരാകുന്നത്. പക്ഷേ ആ CPMൻ്റെ നയങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അടുത്ത 15 വർഷവും മമതാ ബാനർജി വികസന രാഹിത്യത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമായി മാറി. സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം ഒന്നും തന്നെ നടക്കുന്നില്ല. സംസ്ഥാനത്തിൻ്റെ തൊഴിൽ മേഖല ആകെ താറുമാറായി കിടക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിൽ ഒരു സാമ്പത്തികമായി സംസ്ഥാനത്തെ ഉടച്ചു വാർക്കുന്നതിൽ വിദഗ്ധരുടെ സഹായം ആവശ്യമാണ് പുതിയ സർക്കാരിന്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം RBI ഗവർണറുടെ സാന്നിധ്യം പോലും സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ RBI ഗവർണർ ചെന്ന് സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധാരണമാണ്. അങ്ങനെ ആരും RBIയോട് കൺസൾട്ടേഷൻ എടുത്തിട്ടല്ല സംസ്ഥാനത്തിൻ്റെ വികസനവുമായി മുന്നോട്ട് പോകുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അതത് സംസ്ഥാനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. എന്നാൽ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സ്ഥിതിഗതികൾ വളരെയധികം സങ്കീർണമാണ്. ചെറിയ പദ്ധതികളൊന്നും പോരാ ആ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താനായി. കാരണം അവരുടെ ആകാംക്ഷ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ അത് വളരെ വലുതാണ് പുതിയ BJP സർക്കാരിൽ. അതുകൊണ്ട് തന്നെ RBI ഗവർണർ അടക്കമുള്ള ആളുകളിൽ നിന്നും വിദഗ്ധോപദേശം സ്വീകരിച്ചുകൊണ്ടാണ് ബംഗാളിൽ സുവേന്ദു അധികാരി സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാണ് സൂചന. വമ്പൻ പ്രഖ്യാപനങ്ങളടങ്ങുന്ന ബഡ്ജറ്റ് പുറത്തു വരുമെന്നും സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും അടുത്ത 5 വർഷം ബംഗാളിൽ വികസനത്തിൻ്റെ നാളുകളായിരിക്കും. അതിന് മുന്നോടിയായിട്ടാണ് RBI ഗവർണറുമായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ഈ കൂടിക്കാഴ്ച.